ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ. അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ, അദ്ദേഹം മുദ്രാവാക്യം വിളിക്കവിടെ നോക്ക്, കണ്ടില്ല? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. മന്ത്രിമാരിൽ പലരും ഇവിടെ ഇരിക്കുക. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ്. ഇനി ആർക്ക് വേണം വലിങ്ങേറി വന്നേക്കുന്ന? 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിന് 10 മണിയോടെ എത്തിയ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഏറെ സമയം തനിച്ചായിരുന്നു. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഈ സമയം സദസ്സിലിരുന്ന BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ സ്റ്റേജിലിരുന്ന് ഒറ്റയ്ക്ക് കൈയുയർത്തി രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലായി പോയത്? ഇനി ഇരിക്കുന്ന ഇദ്ദേഹത്തിന് ഒരു മാന്യത കാണിക്കുക. ഇതൊക്കെ അല്പത്തരമല്ലേ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അതൊരു വളരെ സംഗീതമായ വില കുറഞ്ഞ നിലപാടായി പോയി എന്ന് വേണം പറയാൻ. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിടിവിട്. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.